ഞാൻ ഈ ടെലഗ്രാമിന്റെ ഇഷ്യൂസ് ഒക്കെ വീഡിയോ ഇട്ട് തുടങ്ങിയപ്പോൾ കുറെ പേര് എൻ്റെ അടുത്ത് ഇങ്ങനെ പറയണത്, കുറെ പേരെ കമന്റ് സെക്ഷനകത്തും ബാക്കിയുള്ള ഇപ്പൊ സീക്രട്ട് ഏജന്റ് ഹക്കീം ഇവരൊക്കെ വീഡിയോ ചെയ്തപ്പം ഇവരുടെയൊക്കെ കമന്റ് സെക്ഷനിൽ കുറച്ച് ആൾക്കാർ പറയണതെന്ന് പറഞ്ഞാൽ അത് ഇതൊക്കെ ഇവന്മാർ ഈ സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്നവന്മാർക്ക് കിട്ടേണ്ടതാ ഇതൊക്കെ. നിങ്ങൾ പറഞ്ഞ നിങ്ങൾ കേട്ടല്ലോ, ഇതാണ് ഇപ്പോൾ ഒരിക്കലും ഫേമസ് ആയ ആൾക്കാരെ മാത്രമല്ല ഇവർ ടാർഗറ്റ് ചെയ്യുന്നത്. ഇത് എൻ്റെ ഫ്രണ്ട് ഇന്നലെ എന്നെ വിളിച്ചാണ്ട് പറഞ്ഞു, സുഫോ എൻ്റെ ഫോട്ടോ ടെലിഗ്രാം ഗ്രൂപ്പിലുണ്ട്, എനിക്ക് അതിൻ്റെ സ്ക്രീൻഷോട്ടും കാര്യങ്ങളും ആ ഗ്രൂപ്പിൻ്റെ ലിങ്കും കാര്യങ്ങളും വിട്ടുതരാമെന്ന് പറഞ്ഞ് ഞാനത് ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ കണ്ടത് 1400ഓളം കാമഭ്രാന്തന്മാരുള്ള ഒരു ഗ്രൂപ്പാണ്. ഇതിൽ വരുന്ന ഫോട്ടോസ് നമ്മളെ പെങ്ങന്മാരുടെ നമ്മളെ എന്താ പറയുക ഫ്രണ്ട്സിൻ്റെ ഒക്കെ ഫോട്ടോ സ്ക്രീൻഷോട്ട് എന്തിൻ്റെ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിലെ സ്ക്രീൻഷോട്ടാണ് ഇവർ കൊടുന്നിടുന്നത്. ഞാൻ വിചാരിച്ച ചെറിയ ഏതെങ്കിലും കുറച്ചാളുള്ള ഗ്രൂപ്പൊന്നും ഒരിക്കലുമല്ല. ഇതിൻ്റെ ബാക്കിൽ വലിയൊരു ടീം തന്നെ ഇതിൻ്റെ ബാക്കിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഇതിൽ കൂടുതൽ വരുന്നത് സ്റ്റോറി, അതുപോലെ തന്നെ നമ്മൾ ഇൻസ്റ്റയിൽ ഇടുന്നുണ്ടല്ലോ കുറച്ച് പൂക്കി സ്റ്റൈലുള്ള ഫോട്ടോസ് കാര്യങ്ങളൊക്കെ, ഇതാണ് മെയിനായിട്ട് ഈ ഗ്രൂപ്പുകളിൽ വന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ നമുക്കിത് പബ്ലിക്കാക്കി വെക്കണമെന്നില്ല, നമുക്ക് പ്രൈവറ്റ് ആക്കി വെക്കാനുള്ള ഓപ്ഷൻ എല്ലാ കാര്യങ്ങളുണ്ട്. ഇത് പറയുമ്പോൾ ഈ ഇപ്പോഴും 90-ലാണ് 26-ലേക്ക് വണ്ടി കയറി വാന്നൊക്കെ പറയാൻ കുറേ ആളുകളുണ്ടാവും. പക്ഷേ സ്വന്തമായിട്ട് നമ്മുടെ ഫ്രണ്ട്സിനോ നമ്മളെ കുടുംബത്തിൽ ആർക്കെങ്കിലും പറ്റുമ്പോഴേ നമുക്ക് അതിൻ്റെ വേദന ഉണ്ടാവുള്ളൂ. അപ്പോൾ സൂക്ഷിച്ചാൽ ദുഃഖിക്കണ്ട. പിന്നെ ഇതിനു വേണ്ടി നമുക്ക് ഇത് ഒഴിവാക്കാനും കാര്യങ്ങൾക്കൊക്കെ നമുക്ക് കേരള പോലീസിൻ്റെയും സൈബർ സെല്ലിൻ്റെ ഒക്കെ നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ താഴെ വെച്ചേക്കാം. അപ്പോൾ അത്രയേ ഉള്ളൂ, സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട.